മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രയോ ദാഹത്തോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. മാതാവിന് നമ്മോട് എന്തൊരു സ്നേഹമാണെന്നോ. എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ രോഗിയാണെങ്കിലും അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് അത്രമാത്രം വാത്സല്യം നമ്മോടുണ്ട്. ഇത് അമ്മയുടെ ജന്മത്തിരുനാളിൻ്റെ അടുത്ത ദിവസങ്ങളിലേക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് നമുക്ക് കർത്താവ് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മകളെ, ആത്മാക്കൾ ഏതു മുഖേനയും രക്ഷ പ്രാപിക്കുവാനുള്ള ദാഹമാണ് പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ സുഹൃത പുഷ്പം. ആത്മരക്ഷയ്ക്ക് വേണ്ടി മാതാവ് നിരന്തരം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മാവ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ അമ്മ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നടന്നു നീങ്ങുന്നത്. 10 നാൾ ദിവസം. ഈ ദിവസത്തിൽ അമ്മ നമ്മോട് പറയുന്നത്, പാപികളുടെ മേൽ കൃപ വർഷിക്കണമേ, പാപ പരിഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. ഒത്തിരി കൃപകൾ നൽകുന്ന 10 നാൾ ദിവസത്തിലൂടെയാണ്, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃതങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. അമ്മ പറയുന്നു, ആത്മരക്ഷ എൻ്റെ സർവശക്തി ഉപയോഗിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ ബലഹീനതകൾ വിട്ടുപോകാൻ മാതാവ് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിലും എൻ്റെ ദേശത്തിലും എൻ്റെ തലമുറകളിലും ഉണ്ടായിട്ടുള്ള എല്ലാ പാപശാപ ബന്ധനങ്ങളും യേശുവിൻ്റെ കുരിശുമരണത്താൽ കഴുകി വിശുദ്ധീകരിച്ചു. ഇത് നീ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കൂടെ കൂടെ പറയാൻ ശ്രമിക്കുക. അമ്മേ, എൻ്റെ ആശ്രയമേ, ഞാൻ ഈശോയ്ക്കുള്ളവനാണ്. നിന്റെ ബലഹീനതകളോടും പാപങ്ങളോടും നീ പറയണം, ഇനി ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ചതാണ്. ഈശോ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മയും എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ആത്മാ നഷ്ടത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. അമ്മയ്ക്ക് വാക്ക് കൊടുക്കുക, ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക. കർത്താവ് അവിടുത്തെ രക്തം കൊണ്ട് നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. വചനം ഓർമ്മപ്പെടുത്തുന്നു, ആത്മരക്ഷയ്ക്ക് വേണ്ടി സർവശക്തിയോടെ നീ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങൾ ചൊല്ലുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ഈ ജന്മത്തിരുനാളിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ ദാഹവും വിശപ്പും നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും ഇത് ഷെയർ ചെയ്യുന്നവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.